എല്ലാവർക്കും നമസ്കാരം. ഭുവൻ സ്റ്റോക്കിലേക്ക് സുസ്വാഗതം. ഇന്ന് ഞാൻ പറയുന്നത് സമയത്തിന്റെ വിലയെക്കുറിച്ചാണ്. സമയം എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. ജീവിതത്തിൽ ഏറ്റവും വിലപിടിപ്പുള്ള സാധനം സമയമാണ്. നമ്മൾ സിനിമയിലൊക്കെ കേട്ടിട്ടുണ്ടാവും, സമയമായില്ല ദാസ എന്നൊക്കെ നമ്മൾ തമാശയായി കേട്ടിട്ടുണ്ടാകും. പക്ഷെ സമയം വളരെ നിർണായകമാണ്. ഓരോ മനുഷ്യനും, അദാനി ആയിക്കോട്ടെ, അംബാനി ആയിക്കോട്ടെ, ബിൽ ഗേറ്റ്സ് ആയിക്കോട്ടെ, എല്ലാവർക്കും ഒരു ദിവസത്തിൽ 24 മണിക്കൂർ സമയമാണുള്ളത്. അതിൽ ഓരോ സെക്കൻഡും വിലപ്പെട്ടതാണ്. നമ്മുടെ ഒരു സെക്കൻഡിന്റെ വില അറിയണമെങ്കിൽ നമ്മൾ PT ഉഷ എന്ന് പറയുന്ന ഒളിമ്പ്യനോട് ചോദിച്ചാൽ സെക്കൻഡിന്റെ വില കൃത്യമായി പറഞ്ഞു തരും. ഒരു മിനിറ്റിന്റെ വില അറിയണമെങ്കിൽ ഡോക്ടർമാരോട് ചോദിച്ചാൽ മനസ്സിലാക്കും. ഒരു രോഗിയെ ആംബുലൻസിൽ എത്തിക്കുന്ന ആ സമയവും ഡോക്ടർ ആ പരിശോധനയ്ക്കും ചികിത്സയ്ക്കുമായി എടുക്കുന്ന മിനിറ്റുകൾ വളരെ പ്രാധാന്യമുള്ളതാണ്. ഒരു ദിവസത്തിന്റെ വില അറിയണമെങ്കിൽ അന്താരാഷ്ട്ര യാത്രകൾ നടത്തുന്ന വിമാനത്തിലെ യാത്രികരോടും ചോദിച്ചാൽ കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെയാണ് നമ്മൾ ഒരു മാസത്തിന്റെ വില. ഒരു മാസത്തിന്റെ വില എല്ലാവർക്കും അറിയാം. ഒരു മാസത്തിന്റെ വില കൃത്യമായി അറിയുന്നവർ ഗർഭിണികളാണ്. അവരോട് ചോദിച്ചാൽ ഒരു മാസത്തിന്റെ വില അവർ കൃത്യമായി നിങ്ങൾക്ക് പറഞ്ഞു തരും. അങ്ങനെയാണെങ്കിൽ ഒരു കൊല്ലത്തിന്റെ വില ആരോട് ചോദിച്ചാൽ മനസ്സിലാവും. ഒരു കൊല്ലത്തിന്റെ വില നമുക്ക് നിസ്സംശയം പറയാം. പഠിക്കുന്ന വിദ്യാർത്ഥികളോട് ഒരു വർഷം മിസ്സായാൽ അവരുടെ ആ എത്ര വേദനാജനകമാണെന്ന് അവരോട് ചോദിച്ചാൽ മനസ്സിലാവും. ഒരു ഫിനാൻഷ്യൽ ഇയർ അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷൻ കലണ്ടറിലുള്ള ഒരു വർഷം നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് വളരെ വിഷമകരമായ അവസ്ഥയാണ്. അപ്പോൾ സമയം എന്നുള്ളത് വളരെ വിലപിടിപ്പുള്ള ഒന്നാണെന്ന് ഇതിൽ നിന്ന് മനസ്സിലാകും. കേരളത്തിലെ അവസ്ഥ വെച്ച് ഒരു മനുഷ്യന്റെ ജീവിത കാലയളവ് പുരുഷന്റെ കണക്കാക്കിയിരിക്കുന്നത് 70 വയസ്സാണ്. 70 ഇൻറ്റു 365 എന്ന് പറഞ്ഞാൽ നിങ്ങൾ കാൽക്കുലേറ്റർ എടുക്കേണ്ട ആവശ്യമില്ല. 25,500 ദിവസമാണുള്ളത്. ഈ 25,500 ദിവസത്തിൽ നമ്മൾ 15,000-ഓളം ദിവസം ഉണ്ടും ഉറങ്ങിയും മറ്റും കഴിഞ്ഞു പോകുന്നു. ബാക്കി 10,000 ദിവസമാണ് നമ്മൾക്ക് ജീവിതത്തിലുള്ളത്. നമ്മൾ സന്തോഷിക്കേണ്ടതും ജീവിക്കേണ്ടതും മറ്റുള്ളതായ എല്ലാം ജീവിതത്തിൽ കണ്ടെത്തേണ്ടതുമായ ഈ 10,000 മണിക്കൂറുകളാണ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വിലപ്പെട്ടത്. അപ്പോൾ ഇതാണ് സമയം. ഇതാണ് നമ്മൾക്ക് സന്തോഷിക്കാനുള്ള സമയം, ഇതാണ് പ്രവർത്തിക്കാനുള്ള സമയം, ഇതാണ് ജീവിക്കാനുള്ള സമയം. അപ്പോൾ സമയം വളരെ വിലപ്പെട്ടതാണ്. ആ സമയം കൃത്യമായി എല്ലാവരും ഉപയോഗപ്പെടുത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.